ഷിൻഡോ, എന്തുവാടാ അവിടെ? അത് പിന്നെ ഇല്ല, ഒന്നുമില്ല മാഷേ, ചുമ്മാ ഞാനിവിടെ ചുമ്മാ ഒരു പോസ്റ്ററും കീറാമെന്ന് വിചാരിച്ചല്ലയോ? നീ വലിച്ചു കീറുന്ന പോസ്റ്റർ ആരെയെന്നറിയോ? അതെ, തോമസ് ഐസ്. എന്താ ഷിൻഡോ പേര് പറയാനൊരു മടി? പറയേ. ഐസക്ക്, സഖാവ് ഡോക്ടർ തോമസ് ഐസക്ക്. എടാ ഷിൻഡോ, നിനക്ക് സഖാവ് തോമസ് ഐസക്കിനെ കുറിച്ച് എന്തറിയാം? നീ ജയന്റ് കില്ലർന്ന് കേട്ടിട്ടുണ്ടോ? അത് ഈ ഉത്സവത്തിന് ആളായിട്ട് കറക്കുന്ന അതല്ലേ? നീ ഒരു കാര്യം ചെയ്, ഇവിടോട്ടിരിക്കെ, നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എടാ, അത് ജയന്റ് വീല്, ഇത് ജയന്റ് കില്ലർ. അതായത് കേരളത്തിൽ എവിടെ ഏത് കൊടി കെട്ടിയവനെ കൊണ്ട് നിർത്തിയാലും അവനെയൊക്കെ പറപ്പിക്കുന്ന ആൾക്കാരെയാണ് ജയന്റ് കില്ലർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജയന്റ് കില്ലർമാരെ പറപ്പിച്ച കക്ഷിയാണ് നമ്മുടെ ഐസക് സഖാവ്. എങ്ങനെ? നാട്ടുകാർക്കറിയാം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. അങ്ങനെ 20 വർഷം, അതിൽ 10 വർഷം ധനകാര്യമന്ത്രി, അതും ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ല ധനകാര്യമന്ത്രി. എടാ ഷിൻഡോ, നിനക്ക് ഈ ജനകീയാസൂത്രണം എന്താണെന്നറിയോ? പോട്ടെ, കുടുംബശ്രീ എന്താണെന്നറിയോ? അത് ഈ അമ്മയും വല്യമ്മയൊക്കെ പോകുന്ന ഈ അമ്മ പെങ്ങന്മാർക്ക് താങ്ങായിട്ട് നിൽക്കുന്ന, നാടിന് തന്നെ താങ്ങായിട്ട് നിൽക്കുന്ന കുടുംബശ്രീ എന്ന ആശയം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചതും നടപ്പിലാക്കിയതും ആരാണെന്നറിയാമോ? അതറിയായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നോ? എടാ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ വയോജനങ്ങൾക്ക് കിട്ടിയിരുന്ന ക്ഷേമ പെൻഷൻ എത്രയായിരുന്നെന്ന് നിനക്കറിയാവോ? 200 രൂപ. ഇപ്പൊ അതെത്രാന്ന് നിനക്കറിയാവോ? 1600 രൂപ. ഇതെല്ലാം നടപ്പിലാക്കിയത് ആരാ? ഇദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്താണ്. എടാ, നീ അടക്കമുള്ള നമ്മുടെ പിള്ളേര് കളിക്കുന്ന കൊടുമൺ സ്റ്റേഡിയം ഉണ്ടല്ലോ, അത് അദ്ദേഹം കൊണ്ടുവന്ന് കിഫ്ബി വഴി ഉണ്ടാക്കിയതാ. ഇനി നിനക്ക് കീറണമെങ്കിൽ കീറ്, മായ്ക്കണമെങ്കിൽ മായ്ക്ക്, മറയ്ക്കണമെങ്കിൽ മറയ്ക്ക്. പക്ഷെ എത്രയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും ഐസക് സഖാവ് ഉണ്ടല്ലോ, അദ്ദേഹം ജനങ്ങളുടെ മനസ്സിലാണ്. എടാ മോനെ, പത്തനംതിട്ടയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തിടത്തുനിന്ന് 7 സീറ്റിൽ LDF-നെ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഡോക്ടർ തോമസ് ഐസക്കിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിയിരിക്കും. ഉറപ്പാ. വൈപ്പടങ്ങോനെ. ജനാധിപത്യം ഇന്ത്യയിൽ കെടാതെ കാത്തുവയ്ക്കുവാൻ സമത്വമെന്നൊരാശയം ജ്വലിച്ചു മുന്നിൽ നിൽക്കുവാൻ. ജനാധിപത്യം ഇന്ത്യയിൽ കെടാതെ കാത്തുവയ്ക്കുവാൻ സമത്വമെന്നൊരാശയം ജ്വലിച്ചു മുന്നിൽ